വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. റിച്ച് മൈൻഡ് സെറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ 5 മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് വളരെ അറിഞ്ഞിരിക്കേണ്ടതും കുട്ടികൾ മുതൽ മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ത്യയിൽ തന്നെ 90% വെൽത്തും 10% ആളുകളുടെ കയ്യിലാണെന്ന് പറയാറുണ്ട്. അതിൻ്റെ പേരിൽ നാം പലരെയും കുറ്റം പറയും. ഇവിടെ അസമത്വമാണ്, അംബാനിയും ടാറ്റയും എല്ലാമാണ് പണക്കാർ, അദാനി കട്ടുകൊണ്ടുപോയി മോഷ്ടിച്ചുകൊണ്ട് പോയി, അവരെ ഗവൺമെൻറ് സഹായിക്കുന്നു. ഇങ്ങനെ ധാരാളം അസൂയയുടെയും വേണ്ടാത്തതുമായ ചിന്തകൾ നാം പറഞ്ഞു വരുത്താറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് സമ്പന്നരായിക്കൂടാ? എന്തുകൊണ്ട് നമുക്കും സമ്പന്നരാകാൻ സാധിക്കുന്നില്ല? ഈ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ മക്കൾ എപ്പോഴും കേൾക്കുന്നതായിരിക്കാം, നമ്മൾ പാവപ്പെട്ടവരാണ്, നാം പണക്കാരല്ല, നമ്മുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് വലുതായി ചിന്തിക്കേണ്ട ആവശ്യമില്ല തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാം പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ റിച്ച് ഡാഡ് എന്ന ഒരു വളരെ മനോഹരമായ പുസ്തകം നാം വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. റിച്ച് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ്. ആർക്കും റിച്ച് ആകാൻ സാധിക്കും. റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരു ബാലൻ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എങ്ങനെ പണക്കാരനായി എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. റിച്ച് ഡാഡ് അല്ലെങ്കിൽ പുവർ ഡാഡ് 2 പേരുണ്ടായിരുന്നു. ഈ റോബർട്ട് കിയോസാക്കിയുടെ പിതാവ് ഒരു സാധാരണ സർക്കാർ ജോലിക്കാരനായിരുന്നു. വളരെയധികം വർഷങ്ങൾ ജോലി ചെയ്തു, പക്ഷെ ഒരിക്കലും ധനികനാകാൻ സാധിച്ചില്ല. എല്ലാ മാസവും അവസാനമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമില്ല. എല്ലാ ബില്ല് അടച്ചു കഴിയുമ്പോൾ ഒന്നുമില്ല. ഒരു ധനികനല്ല, ദരിദ്രനുമല്ല, ജീവിതം തള്ളി നീക്കുന്ന ഒരു വ്യക്തിയായിരുന്നു റോബർട്ട് കിയോസാക്കിയുടെ സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവ്. എന്നാൽ റോബർട്ട് കിയോസാക്കിയുടെ സുഹൃത്തിൻ്റെ പിതാവാകട്ടെ ഒരു കച്ചവടക്കാരൻ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ വളരെ നന്നായി ജീവിക്കുന്നു, ധാരാളം സമ്പത്തുണ്ട്. ഈ റോബർട്ട് കിയോസാക്കി ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ സുഹൃത്തിൻ്റെ പിതാവിന് ധാരാളം സമ്പത്തുണ്ടായത്? എനിക്ക് സമ്പത്തില്ല. എൻ്റെ മാതാപിതാക്കൾക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ മാസവും വരുമാനം കിട്ടുന്നു, പക്ഷേ സമ്പത്തുണ്ടാകുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റിച്ച് ഡാഡ് എന്ന് പറയുന്ന പുസ്തകം. റിച്ച് ഡാഡ് പുവർ ഡാഡ്, ധനികനായ അപ്പനും ദരിദ്രനായ അപ്പനും. അപ്പോൾ നാം എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത് നമുക്കും ധനികരാകുവാൻ സാധിക്കും. അതിന് ഒരു മൈൻഡ് സെറ്റാണ്. പണത്തെ ആകർഷിക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും പലരും പറയും പണത്തിന് മീതെ പരുന്തും പറക്കുകയില്ല എന്ന് ചിലർ പറയും പണമുണ്ടായതുകൊണ്ട് കാര്യമില്ല, പണമുണ്ടായാൽ സമാധാനമില്ല, പണമുണ്ടായാൽ ഒന്നും നടക്കില്ല തുടങ്ങിയ രീതിയിൽ നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ചിന്തിക്കാതെ എനിക്ക് പണമുണ്ടാകുവാൻ സാധിക്കും, പണമുണ്ടെങ്കിൽ എനിക്ക് മുന്നേറുവാൻ സാധിക്കും, ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണത്തെ സ്നേഹിക്കുവാൻ കഴിയുമ്പോഴാണ് പണം നമ്മിലേക്ക് വരുന്നത്. പണത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ, പണക്കാരെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ നമുക്കൊരിക്കലും പണമുണ്ടാകുകയില്ല. എല്ലാ ദിവസവും കടവും, എല്ലാ ദിവസവും ദാരിദ്ര്യവും, എല്ലാ ദിവസവും പട്ടിണിയുമായിരിക്കും. നിങ്ങൾക്ക് പണമുണ്ടാകണമെങ്കിൽ നിങ്ങൾ പണത്തെ സ്നേഹിക്കുക. പണം കൊണ്ട് എങ്ങനെ പണം നേടാമെന്നാണ് ചിന്തിക്കേണ്ടത്. അതിനായി റിച്ച് ഡാഡ് പുവർ ഡാഡ് പുസ്തകത്തിലൊരു ബിസിനസ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ബിസിനസ് ട്രയാങ്കിളിനെ കുറിച്ച് അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. 4 തരത്തിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് എംപ്ലോയീസ്, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ജോലി ചെയ്ത് പണം കിട്ടുന്നു, ജീവിതകാലം മുഴുവൻ പണം ഉണ്ടാക്കാനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എംപ്ലോയീസ്. രണ്ടാമത്തെ ആളുകളാണ് എംപ്ലോയേഴ്സ്. രണ്ടാമത്തെ ആളുകളാണ് സെൽഫ് എംപ്ലോയിഡ്, സ്വന്തമായി ജോലി ചെയ്യുന്ന ആളുകൾ, സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ. പക്ഷേ അവർ ജോലി ചെയ്തില്ല എങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാകുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടർ, അവർ ജോലി ചെയ്താൽ മാത്രമേ ശമ്പളം കിട്ടുകയുള്ളൂ. അഡ്വക്കേറ്റ്, അവർ ജോലി ചെയ്താൽ മാത്രമേ ശമ്പളം കിട്ടുകയുള്ളൂ. ചെറിയ കടക്കാർ, അവർ കട തുറന്നാൽ മാത്രമേ ശമ്പളം അല്ലെങ്കിൽ വരുമാനം കിട്ടുകയുള്ളൂ. മൂന്നാമത്തെ ആളാണ് ബിസിനസ്, അവർ പണിയെടുക്കുന്നുണ്ടാകില്ല, അവർ ജോലിക്കാരെ വെച്ചുകൊണ്ട് പണി ചെയ്യുകയാണ്. അവർ പണം മുടക്കി ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൽ ആളുകൾ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നു. നാലാമത്തെ ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ്, അവർ ഏറ്റവും പ്രധാനപ്പെട്ട പണമുണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലയിൽ അവരുടെ പണം നിക്ഷേപിക്കുന്നു, അവർ വെറുതെ ഇരിക്കുന്നു, പണമുണ്ടാക്കുന്നു. അപ്പോൾ റോബർട്ട് കിയോസാക്കി ക്വാഡ്രിലാറ്ററിൽ പറയുന്നത് ആദ്യത്തെ 2 വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും സമ്പന്നരാകാൻ സാധിക്കില്ല. അവർ എംപ്ലോയീസും സെൽഫ് എംപ്ലോയിഡുമായിട്ട് ആളുകളാണ്. അവർക്ക് ഒരിക്കലും ധനികരാകാൻ സാധിക്കില്ല. എന്നാൽ ബിസിനസ് നടത്തുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവരുമായ ആളുകൾ ധനമുണ്ടാക്കും. അപ്പോൾ ഈ ചിന്താഗതിയെ നാം അറിഞ്ഞിരിക്കുക. 1, പണത്തെ സ്നേഹിക്കുക. 2, പണത്തിന് വേണ്ടി ജോലി ചെയ്യാതിരിക്കുക. പണത്തെ നമ്മുടെ അടിമയാക്കുവാൻ ശ്രമിക്കുക. പണം ഇൻവെസ്റ്റ് ചെയ്താൽ പണം റിട്ടേൺ കിട്ടുമെന്ന ചിന്തയോട് പ്രവർത്തിക്കുവാൻ സാധിക്കുക. തീർച്ചയായും പുസ്തകം വായിക്കുക. റിച്ച് മൈൻഡ് സെറ്റ് എന്നുള്ള പുസ്തകം ജീവിതത്തെ മാറ്റിമറിക്കും. റിച്ച് ആകണമെന്നുള്ള ആഗ്രഹം, റിച്ച് ആകാനുള്ള മൈൻഡ് സെറ്റ്, ഞാൻ പണക്കാരനാണെന്നും പണക്കാരനാകുമെന്നുള്ള ചിന്താഗതി തന്നെയാണ് ഉണ്ടാകേണ്ടത്. ഒരിക്കലും പണക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട്, പണമുള്ളവരെ അവഹേളിച്ചതുകൊണ്ട് ടാറ്റയും ബിർളയും അങ്ങനെയാണ്, അദാനി കട്ടുകൊണ്ടുപോയി എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. കുറേ തിന്മയും കുറേ അസന്തുഷ്ടിയും അസമത്വവും ഉണ്ടെന്ന ചിന്താഗതിയും വളരുമെന്നല്ലാതെ നമുക്കൊരിക്കലും ഉയരുവാൻ സാധിക്കില്ല. അതുകൊണ്ട് പണക്കാരെ കാണുമ്പോൾ സന്തോഷിക്കുക, അവൻ ധനമുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അവൻ്റെ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാക്കുക. ആ ചിന്താഗതി അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്കും ധനികരാകുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരെയും മനസ്സും ധനികരാകട്ടെ, ധനമുണ്ടാകട്ടെ, പണമുണ്ടാകട്ടെ, റിച്ചാകട്ടെ. പ്ലീസ് ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ, സൈനിങ് ഓഫ്.